കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക, സെയിം നമ്പർ. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണുവാനായിട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. ചാനലിൽ ഏകദേശം 400ൻ്റെ മുകളിൽ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്ത് പങ്കാളി ദാമ്പത്യബന്ധം വിച്ഛേദിച്ച് മാറി നിൽക്കുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്, അതായത് ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള വിധിന്യായം ഇങ്ങനെയാണ്. വിധിന്യായം ആദ്യം പറയാം. Burden of proof on spouse seeking divorce on ground of desertion is one of the preponderance of probability എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദ ഡിവിഷൻ ബെഞ്ച് സെഡ് ദാറ്റ് the burden of proof lies on the spouse seeking divorce, but the degree of proof required is of preponderance and not one of being beyond reasonable doubt it എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പങ്കാളി വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുകയും അയാൾ അല്ലെങ്കിൽ അവൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ ഏൽക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്, ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടാണ് എന്നുള്ളത്. എല്ലാ മതസ്ഥരുടെയും ഇടയിലും ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാതെ ഈ പറയുന്ന വ്യക്തി കുടുംബബന്ധം വിച്ഛേദിച്ച് മാറിപ്പോയിട്ടുണ്ട് എന്ന് യാതൊരുവിധ സംശയങ്ങളും കൂടാതെ തെളിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിട്ട് അവരുടെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും പോയി ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, RCR ഫയൽ ചെയ്യണം. RCR ഫയൽ ചെയ്ത ആ ഡേറ്റ് മുതലാണ് അത് എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. RCR ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര വർഷം അകന്നു കഴിഞ്ഞാലും അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടായിട്ട് കണക്കാക്കില്ല. RCR ഫയൽ ചെയ്ത ഡേറ്റ് മുതലാണ് കണക്കാക്കുക എന്നുള്ള സത്യം പ്രത്യേകം മനസ്സിലാക്കുക. മറ്റേത് കേസ് ഫയൽ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ആദ്യം ഫയൽ ചെയ്യേണ്ടത് എന്താണ്, RCR ആണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.